ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതെല്ലാം എൻ്റെ കൊച്ചു പ്രസംഗത്തിൽ വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നിങ്ങളുമായി പങ്കുവെക്കാം. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അത് വെറുതെ പറയുക മാത്രമല്ല അവിടുന്ന് ചെയ്തത്, അത് അവിടുത്തെ ജീവിതത്തിൽ ചെയ്ത് കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നബിയുടെ ശത്രുക്കൾ പോലും നബിയെ അൽ അമീൻ എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരു അഹ്റാബി വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്ന് ഒരേ സമയം മാറിയിരിക്കാൻ കഴിയില്ല പ്രവാചകരെ. ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്നേ മാറിയിരിക്കാൻ കഴിയൂ. ഈ സമയം നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്റാബിയോട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയരുത്. ഈ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. ഇത് കേട്ട അഹ്റാബിക്ക് സന്തോഷമായി. കളവ് മാത്രം പറയാതില്ല, ബാക്കിയുള്ള തെറ്റുകളെല്ലാം ചെയ്യാനോർത്ത് സന്തോഷിച്ചു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം ഒരു വീട്ടിലേക്ക് മോഷ്ടിക്കണമെന്ന ആഗ്രഹത്തോടെ ചെല്ലുകയും അപ്പോൾ അയാൾക്ക് നബിയുമായുള്ള കരാർ ഓർമ്മ വരികയും ചെയ്തു. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അയാൾ മോഷണ ശ്രമത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നബിയുമായുള്ള കരാർ ഓർമ്മ വരികയും സാലിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. നാം എല്ലാവരും പ്രവാചകരെ പിൻപറ്റി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.